Very good morning to one and all, and warm welcome to our 42nd online class. ഇന്ന് നമ്മൾ മോഡ്യൂൾ 4 അതായത് ചാപ്റ്റർ 10 സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്ററിൻ്റെ പേര് രജിസ്ട്രേഷൻ. GST രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ, അതായത് ചാപ്റ്റർ 10 പഠിക്കാനുള്ളത്. നമുക്കതാണ് ഇന്നത്തെ സെഷനിൽ മുഴുവനായിട്ട് ഇന്ന് എടുക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഇന്ന് GST രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഏതൊക്കെ സെക്ഷൻസ് ആണ് ഇതിൽ GST ആക്ട് 2017 പ്രകാരം ഉള്ളത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2017 GST ആക്ട് പ്രകാരമാണെങ്കിലും ഒരു പുതിയൊരു അമെൻമെൻറ്റ് 2018 ഒരു പുതിയ അമെൻമെൻറ്റ് വരികയും 1 ഫെബ്രുവരി 2019 തുടങ്ങിയിട്ട് അതിലൊരു ചേഞ്ച്, മുമ്പുണ്ടായിരുന്ന GST രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞതിൽ ഒരു മാറ്റം വരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് നമുക്ക് ഈ GST രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പുതിയൊരു ലോ നമുക്ക് പഠിക്കാനുള്ളത്. പുതിയ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് GST ആക്ട് പ്രകാരം രജിസ്ട്രേഷനെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ under any taxation system, registration is the fundamental requirement for identification of the taxpayers and to ensure compliance of the tax in the economy. ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് GST റിലേറ്റഡ് ആയിട്ട് എന്താണ് അതിൻ്റെ ഒരു ആവശ്യം? ഒരു ടാക്സ് പേയർ എന്ന് പറയുന്ന ആൾ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്തുകൊണ്ടാണ് വരുന്നത്? എല്ലാ ടാക്സ് പേയേഴ്സിനെയും മറ്റുള്ളൊരു ആളിൽ നിന്ന്, വേറൊരു ടാക്സ് പേയറിൽ നിന്ന് ഒരു വ്യത്യാസം കണ്ടെത്താനായിട്ട് സാധിക്കണം. അതിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ ടാക്സ് പേയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ റിക്വയർമെൻറ്റ്. അതോടൊപ്പം തന്നെ ടാക്സ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ, ഒരു ഇക്കോണമിയുടെ ടാക്സ് പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, ആ നിയമങ്ങളെല്ലാതും ഈ ടാക്സ് പേയേഴ്സ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിർബന്ധമാക്കിയിട്ടുള്ളത്. Registration of a person under the GST law implies obtaining a unique number from the tax authorities for the purpose of collecting tax on behalf of the government. ഗവൺമെൻറ്റിന് വേണ്ടി ഈ ടാക്സ് പേ ചെയ്യുമ്പോൾ ഓരോ രജിസ്ട്രേഷനിലും എന്താണ് കൊടുക്കുന്നത്? ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? ഒരു യുണീക്ക് നമ്പർ കൊടുക്കും. ഈ യുണീക്ക് നമ്പർ വഴി ടാക്സ് അതോറിറ്റീസിന് ഓരോ ടാക്സ് പേയേഴ്സിനെയും എങ്ങനെയാണ് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കുക, അതുപോലെ തന്നെ കളക്ഷൻ ഓഫ് ടാക്സ് റിലേറ്റഡ് ആയിട്ട് ഒരു ഐഡൻറ്റിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുണീക്ക് നമ്പർ രജിസ്ട്രേഷന് ശേഷം ഓരോ പേഴ്സണും, ഓരോ ടാക്സബിൾ പേയേഴ്സിനും GST ലോ പ്രകാരം കൊടുക്കുന്നത്. അപ്പോൾ GST രജിസ്ട്രേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് അതിൻ്റെ ആവശ്യകത എന്ന് എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Statutory provisions regarding registration effective from 1st February 2019 as per the Central Goods and Service Tax Amendment Act 2018. 2018 പ്രകാരം ഒരു പുതിയൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് CGST ആക്ടിൽ. ആ വന്നിട്ടുള്ള ചേഞ്ച് 1 ഫെബ്രുവരി 2019 മുതലാണ് ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് രജിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. മുമ്പ് പേജ് നമ്പർ 282 സെക്ഷൻ 9 പറഞ്ഞപ്പോൾ അതിൽ ഡേറ്റ് അമെൻമെൻറ്റ് ആക്ട് 2019 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്യണം, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. 2018 ആ അമെൻമെൻറ്റ് ആക്ടിൻ്റെ ഡേറ്റ്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യുക. പേജ് നമ്പർ 282 2019 എന്ന് പറയുന്ന സെക്ഷൻ 9 വന്നിട്ടുള്ള ചേഞ്ച് പറഞ്ഞിട്ടുള്ളത് അതൊന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് 2018 ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 22, സെക്ഷൻ 22 ആണ് രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് തരുന്നത്. ആസ് പെർ സെക്ഷൻ 22 ദ ഫോളോയിങ് പേഴ്സൺസ് ആർ ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. ആരൊക്കെയാണ് സെക്ഷൻ 22 പ്രകാരം രജിസ്ട്രേഷൻ എടുക്കേണ്ടവർ? Every supplier shall be liable to be registered under this act in the state or union territory other than a special category states from where he makes a taxable supply of goods or service or both if his aggregate turnover in a financial year exceeds 20 lakhs rupees. 20 ലക്ഷത്തിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ എല്ലാ ടാക്സ് പേയേഴ്സും എന്ത് ചെയ്തിരിക്കണം?
ടാക്സ് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതായത് ഒരു സപ്ലയർ ആണ്, ഗുഡ്സോ സർവീസോ ആയിക്കോട്ടെ, സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തി സ്റ്റേറ്റിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിയിലോ ആണ്. പക്ഷേ ഏതിലാവാൻ പാടില്ല? സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആവാനായിട്ട് പാടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു 5 സ്പെഷ്യൽ സ്റ്റേറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാത്ത ഏത് സ്റ്റേറ്റും ആയിക്കോട്ടെ, ഏത് യൂണിയൻ ടെറിട്ടറി ആയിക്കോട്ടെ, അവിടെ വരുന്ന എല്ലാ സപ്ലയേഴ്സും അവരുടെ അഗ്രഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് 20 ലക്ഷത്തിനേക്കാൾ മേലെയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. But in the case of a person making supply of goods or service or both from any of these special category states, he shall be liable to be registered if his aggregated turnover in a financial year exceeds 10 lakhs rupees. 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെയാണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അവിടെയാണെങ്കിൽ സപ്ലയർ എപ്പോഴാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? അവരുടെ അഗ്രഗേറ്റഡ് ടേൺ ഓവർ, ഫിനാൻഷ്യൽ ഇയറിൽ അഗ്രഗേറ്റഡ് ടേൺ ഓവർ 10 ലക്ഷത്തിനേക്കാൾ മേലെയാകുന്ന ഡേറ്റ് എന്നാണോ അതിന് ശേഷം എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. The government may, at the request of the special category states and on the recommendation of the GST Council, increase the limit of the aggregated turnover from 10 lakhs rupees to 20 lakhs rupees. പിന്നീട് ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിൻ്റെ GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷനോടുകൂടി ഈ ലിമിറ്റ് എന്ന് പറയുന്ന 10 ലക്ഷം എത്രയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്? 20 ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നോട്ട്: with effect from April 1st, 2019, registration is not required in the case of a person who is engaged in exclusive supply of goods and whose aggregated turnover in the financial year does not exceed 40 lakhs subject to certain conditions. ഇനി വിത്ത് എഫക്റ്റ് ഫ്രം ഏപ്രിൽ 1, 2019 ഒരു സ്പെഷ്യൽ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ ആവശ്യമില്ല. ആർക്കൊക്കെയാണ് ഈ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്തത്? എ പേഴ്സൺ ഹു ഈസ് എൻഗേജ്ഡ് ഇൻ എക്സ്ക്ലൂസീവ് സപ്ലൈ ഓഫ് ഗുഡ്സ്. സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ എക്സ്ക്ലൂസീവ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. അതിൻ്റെ അഗ്രഗേറ്റഡ് ടേൺ ഓവർ എന്ന് പറയുന്നത് 40 ലക്ഷത്തിനേക്കാൾ എക്സീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺസ് ഏപ്രിൽ 1, 2019 മുതൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല? രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യമില്ല. Every person who on the day immediately preceding the appointed day is registered or holds a license under an existing law shall be liable to be registered under this act with effect from the appointed day. That is, appointed day means the day on which the provisions of this act came into force, that is 1st July 2017. നെക്സ്റ്റ് കാറ്റഗറിയിൽ പറയുന്നത് സെക്ഷൻ 22 പ്രകാരം എപ്പോഴാണ് ലൈബിൾ ടു ബി രജിസ്റ്റേർഡ് ആകുന്നത്? എവറി പേഴ്സൺ ഓൺ ദ ഡേ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ്, അപ്പോയിൻറ്റിംഗ് ഡേയുടെ തൊട്ട് മുമ്പുള്ള ദിവസം തന്നെ എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഈ അപ്പോയിൻറ്റിംഗ് ഡേ എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? 1st July 2017 തുടങ്ങിയിട്ടാണ് GST അപ്ലിക്കബിൾ ആകുന്നത്. ആ ദിവസം തുടങ്ങിയിട്ട് ഏതൊക്കെ പേഴ്സൺസ് ആണ് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് സപ്ലൈ ചെയ്യുന്നത്? ആ ഓർഗനൈസേഷൻസ് ഒക്കെ എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതായത് ഈസ് രജിസ്റ്റേർഡ് ഓർ ഹോൾഡ്സ് എ ലൈസൻസ് അണ്ടർ ദ എക്സിസ്റ്റിംഗ് ലോ. ഇപ്പോഴത്തെ GST ലോ പ്രകാരം രജിസ്റ്റർ ചെയ്യുകയോ അതും അല്ലെങ്കിൽ ലൈസൻസ് എടുക്കുകയോ വേണം. ഓക്കെ. Next one, where a business is carried on by a taxable person registered under this act is transferred, whether on account of succession or otherwise, to another person as a going concern, the transferee or the successor shall be liable to be registered with effect from the date of such transfer or succession. ഇനി ട്രാൻസ്ഫറോ സക്സഷനോ നടക്കുകയാണെങ്കിൽ ട്രാൻസ്ഫറി അല്ലെങ്കിൽ സക്സസറാണ് ഇവിടെ ലൈബിൾ ടു പേ ടാക്സ് എന്ന് പറയുന്നത്. അദ്ദേഹം എങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കണം? ആ ബിസിനസ് ചെയ്തിട്ടുള്ളത് ഒരു ടാക്സബിൾ പേഴ്സൺ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് GST ആക്ട് പ്രകാരമാണ് ഈ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സക്സഷൻ നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ട്രാൻസ്ഫറി അല്ലെങ്കിൽ സക്സസർ എന്ന് പറയുന്ന പേഴ്സൺ രജിസ്ട്രേഷൻ GST ആക്ട് പ്രകാരം എടുത്തിരിക്കണം. എന്നാണ് എടുക്കേണ്ടത്? എന്നാണോ ആ ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ സക്സഷൻ നടത്തിയിട്ടുള്ളത് ആ ഡേറ്റിന് മുമ്പായിട്ട് തന്നെ വിത്ത് എഫക്റ്റ് ഫ്രം ആ ഡേറ്റ് ആണ് നമ്മളുടെ സക്സഷൻ ഡേറ്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. Next one, in a case of transfer on account of the amalgamation or demerger of companies, the transferee shall be liable to be registered with effect from the date on which the certificate of incorporation is issued. ഇനി ട്രാൻസ്ഫർ ചെയ്യുന്നത് അമാൽഗമേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഡീമർജറിന് വേണ്ടിയിട്ടോ ആണ് എന്നുണ്ടെങ്കിൽ ആരാണ് ഇവിടെ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ലൈബിൾ ആയിരിക്കുന്നത്? ട്രാൻസ്ഫറി
ഒരു രജിസ്ട്രേഷൻ GST ആക്ട് പ്രകാരം എടുക്കണം. എന്നാണ് എടുക്കേണ്ടത്? എന്നാണോ ഇൻകോർപ്പറേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ആ ദിവസം തുടങ്ങിയിട്ട് തന്നെ എന്തുണ്ടായിരിക്കണം? അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ രജിസ്ട്രേഷൻ്റെ കേസിൽ സെക്ഷൻ 22 പ്രകാരം 4 സിറ്റുവേഷനായിട്ടാണ് ആരൊക്കെയാണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് GST ആക്ട് പ്രകാരം എടുക്കേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഈ പ്രൊവിഷൻ സെക്ഷൻ 22 പ്രൊവിഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ അഗ്രഗേറ്റഡ് ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ അഗ്രഗേറ്റഡ് ടേൺ ഓവർ എന്ന് പറയുന്നത് GST ആക്ട് പ്രകാരം മീൻ ചെയ്യുന്നത്? അതാണ് നമുക്ക് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. Aggregated turnover, the value of all taxable supplies except supplies, exports of goods or services or both, and interstate supplies having the same permanent account number on all India basis but excludes central tax, state union territory, integrated tax, cess, and the value of inward supplies on which a tax is payable by the recipient on reverse charge basis. അഗ്രഗേറ്റഡ് ടേൺ ഓവർ എന്ന് പറയുന്നത് എത്ര രൂപയ്ക്കാണോ ടാക്സബിൾ സപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ടാക്സബിൾ സപ്ലൈയുടെ വാല്യൂ ആണ് നമ്മളിവിടെ എന്തായിട്ട് എടുക്കുന്നത്? അഗ്രഗേറ്റഡ് ടേൺ ഓവർ ആയിട്ട് എടുക്കുന്നത്. അതിൽ എക്സംപ്റ്റ് സപ്ലൈസ്, എക്സ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്, അതുപോലെ തന്നെ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈസ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. അത് ഒരേ പെർമനൻ്റ് അക്കൗണ്ട് നമ്പറിലാണെങ്കിലാണ് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈസ് നമ്മൾ എടുക്കുന്നത്. അതായത് പാൻ നമ്പർ എന്ന് പറയുന്നത് ആ സെയിം പാൻ നമ്പറിലാണ് എല്ലാ ഗുഡ്സും സപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈസ് നമ്മൾ എടുക്കുന്നത്. ഇനി എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്? സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, യൂണിയൻ ടെറിട്ടറി ടാക്സ്, ഇൻ്റഗ്രേറ്റഡ് ടാക്സ്, സെസ്, അതുപോലെ തന്നെ ഇൻവേർഡ് സപ്ലൈയുടെ ഏതെങ്കിലും റിവേഴ്സ് ചാർജ് ബേസിസിൽ ഏതെങ്കിലും ടാക്സ് ഉണ്ടെങ്കിൽ ആ റെസിപ്പിയൻറ്റിന് അതെന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് അഗ്രഗേറ്റഡ് ടേൺ ഓവർ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായില്ലേ? അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എൻ അഗ്രഗേറ്റഡ് ടേൺ ഓവർ എന്നുള്ളത് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്പെഷ്യൽ കാറ്റഗറി അല്ലാത്തതിന് ഒരു സ്പെസിഫൈഡ് ലിമിറ്റും, സ്പെഷ്യൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ മുമ്പ് 10 ലക്ഷം വരെയാണ് നമുക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്തത്. 1/4/2019 മുതൽ ആ ലിമിറ്റ് എന്ന് പറയുന്നത് 20 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന 5 സ്റ്റേറ്റുകളുണ്ടായിരുന്നു. ഇവിടെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ആസാം, ഹിമാചൽ പ്രദേശ്, മേഘാലയ, സിക്കിം, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ് ആൻഡ് ത്രിപുര. ഈ 11 സ്റ്റേറ്റ്സിനെയാണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആയിട്ട് കണക്കാക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും പഠിക്കണം. But as per the CGST Amendment Act 2018, Arunachal Pradesh, Jammu and Kashmir, Assam, Himachal Pradesh, Meghalaya, Sikkim, Uttarakhand shall not be treated as a special category states. ഈ പറയുന്ന സ്റ്റേറ്റുകൾ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നില്ല? അമെൻമെൻറ്റ് ആക്ട് 2018 പ്രകാരം ഇതിനെയൊക്കെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ആസാം, ഹിമാചൽ പ്രദേശ്, മേഘാലയ, സിക്കിം, ഉത്തരാഖണ്ഡ്. ഈ 7 എണ്ണം ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളത് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ളത് ഏതൊക്കെയാണ് അതിൽ വരുന്നത്? നമുക്ക് സിക്കിമും മേഘാലയയും ഉത്തരാഖണ്ഡും ഒക്കെ നമുക്ക് പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പെടാത്തത് ഏതൊക്കെയാണ്? മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര. ഇത് നമുക്ക് ഒഴിവാക്കി കിട്ടിയിട്ടുള്ള സ്റ്റേറ്റുകളാണ്. അപ്പോൾ 2018 അമെൻമെൻറ്റ് ആക്ടിന് ശേഷം സ്പെഷ്യൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റുകൾ മാത്രമേ പെടുന്നുള്ളൂ. ഇൻ ഇഫക്റ്റ് സച്ച് സ്റ്റേറ്റ്സ് കംപ്രൈസ് ഓൺലി മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ് ആൻഡ് ത്രിപുര. 4 സ്റ്റേറ്റുകളാണ് ഇപ്പോൾ 2018 അമെൻമെൻറ്റ് ആക്ട് പ്രകാരം സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എല്ലാവരും പഠിക്കേണ്ടതാണ്. ഇനി CGST ആക്റ്റും SGST ആക്റ്റും എന്താണെന്ന് നമുക്കറിയാം. സെൻട്രൽ ഗവൺമെൻറ് സർവീസ് ടാക്സ് എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത്? CGST. സ്റ്റേറ്റ് ഗവൺമെൻറ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നതാണ് SGST. ഇത് തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? ദർ ഈസ് എ സ്മോൾ ഡിഫറൻസ് ഇൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ്റെ ജൂറിസ്ഡിക്ഷനിൽ മാത്രമാണ് CGST ആണെങ്കിലും SGST ആണെങ്കിലും ഒരു ഡിഫറൻസേ ഉള്ളൂ. അതായത് CGST ആക്ട് പ്രകാരമാണെങ്കിൽ ആസ് പെർ CGST രജിസ്ട്രേഷൻ ഇറ്റ് ഈസ് ടു ബി ഡൺ ഇൻ ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഫ്രം വെയർ ഹി മേക്സ് ദ
ടാക്സബിൾ സപ്ലൈ. CGST ആണെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആയിക്കോട്ടെ, ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും ആയിക്കോട്ടെ, എവിടെയാണോ ടാക്സബിൾ സപ്ലൈ നടക്കുന്നത് ആ സ്ഥലത്താണ് എന്ത് ചെയ്യേണ്ടത്? രജിസ്ട്രേഷൻ നടത്തേണ്ടത്. അതേസമയം ഇൻ SGST, സപ്ലയർ മേക്കിംഗ് എ ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഇൻ ദ സ്റ്റേറ്റ് ഷാൽ ബി ലയബിൾ ടു ബി രജിസ്റ്റേർഡ്. സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ട്രാൻസ്ഫർ നടത്തുകയാണെങ്കിൽ അദ്ദേഹം രജിസ്ട്രേഷന് ലയബിൾ ആയിരിക്കും. SGST ആണെങ്കിൽ സപ്ലയർ മേക്കിംഗ് ദ ടാക്സബിൾ സപ്ലൈ, എപ്പോഴാണോ സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് സപ്ലൈ ചെയ്യുന്നത് അത് ഇൻ ദ സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ ഒരു രജിസ്ട്രേഷന് ലയബിൾ ആയിരിക്കും. CGST ആണെങ്കിൽ ഇറ്റ് ഈസ് ഡൺ ഇൻ ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, സ്റ്റേറ്റിൻ്റെ ഉള്ളിലോ യൂണിയൻ ടെറിട്ടറിയിലോ ആയിക്കോട്ടെ, എപ്പോഴാണോ ടാക്സബിൾ സപ്ലൈ കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം? CGST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അപ്പോൾ CGST ആക്റ്റും SGST ആക്റ്റും തമ്മിലുള്ള രജിസ്ട്രേഷൻ്റെ ബേസിസിലുള്ള ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് വൺ, ഹൗ വി വിൽ കാൽക്കുലേറ്റ് ദ അഗ്രിഗേറ്റ് ടേൺ ഓവർ. എങ്ങനെയാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ എന്താണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിൻ്റെ മീനിങ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈസ്. എക്സെപ്റ്റ് എന്തൊക്കെയാണ്? സപ്ലൈസ് ഉണ്ട്, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഇൻഡർസ്റ്റേറ്റ് സപ്ലൈസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് സെയിം പാൻ നമ്പറിലാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യും. എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സ്, സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, അതുകളൊക്കെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. അതുപോലെ തന്നെ റിവേഴ്സ് ചാർജ് ബേസിസിലുള്ള റെസിപ്പിയൻറ്റിൻ്റെ ടാക്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അഗ്രിഗേറ്റഡ് ടേൺ ഓവർ ഈസ് പാൻ ബേസ്ഡ് ആൻഡ് നോട്ട് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ബേസ്ഡ്. അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാം. അഗ്രിഗേറ്റഡ് ടേൺ ഓവർ എന്ന് പറയുന്നത് സെയിം പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഗ്രിഗേറ്റഡ് ടേൺ ഓവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഏത് സ്റ്റേറ്റ്, ഏത് യൂണിയൻ ടെറിട്ടറി, അത് നമ്മൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയാലും സർവീസ് ആയാലും നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. നമ്മൾ എടുക്കുന്നത് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറിൻ്റെ ബേസിസിലാണ് അഗ്രിഗേറ്റഡ് ടേൺ ഓവർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? For example, if a trader has a turnover of 15 lakh in the state of Maharashtra and 7 lakh in Kerala, his aggregated turnover is 22 lakh and he has to register in both the states. ഒരു സെയിൽ നടന്നിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ്. അതുപോലെ തന്നെയുള്ള ഒരു ട്രേഡ് എവിടെ നടന്നിട്ടുണ്ട്? കേരളത്തിൽ നടന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 15 ലക്ഷവും കേരളയിൽ നടന്നിട്ടുള്ള സെയിൽ എന്ന് പറയുന്നത് 7 ലക്ഷമാണ്. അഗ്രിഗേറ്റ് എത്രയായി? 15 ലക്ഷം പ്ലസ് 7 ലക്ഷം വരുമ്പോൾ 22 ലക്ഷമായി. അതാണ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ടേൺ ഓവർ എന്ന് പറയുന്നത്. എവിടേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കണം? മഹാരാഷ്ട്രയിലും രജിസ്റ്റർ ചെയ്തിരിക്കണം, അതുപോലെ തന്നെ കേരളത്തിലും ഇദ്ദേഹം രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? സപ്ലൈ എന്ന് പറയുന്നത് ഗുഡ്സ് ആയാലും സർവീസ് ആയാലും ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ നോക്കുമ്പോൾ നമുക്ക് രണ്ടും കൂടിയും മെർജ് ചെയ്തുകൊണ്ടുള്ള ഒരു അഗ്രിഗേറ്റഡ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ, പേഴ്സൺസ് നോട്ട് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. നമ്മൾ സെക്ഷൻ 22 പ്രകാരം ആരൊക്കെയാണ് രജിസ്ട്രേഷന് ലയബിൾ ആയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ സെക്ഷൻ 23 പറയുന്നത് ആർക്കൊക്കെയാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു കാറ്റഗറി. അതാണ് നമ്മൾ സെക്ഷൻ 23 പറയുന്നത്. ആസ് പെർ സെക്ഷൻ 23, ദ ഫോളോയിങ് പേഴ്സൺസ് ഷാൽ നോട്ട് ബി ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. എനി പേഴ്സൺ എൻഗേജ്ഡ് exclusively in the business of supplying goods or service or both that are not liable to tax or wholly exempt from tax under the act or under the IGST act. CGST ആക്ട് പ്രകാരം IGST ആക്ട് പ്രകാരം ആരെയാണ് എക്സെപ്റ്റ് ചെയ്യുന്നത്? എനി പേഴ്സൺ എൻഗേജ്ഡ്, ഏതൊരു പേഴ്സൺ ആണോ എക്സ്ക്ലൂസീവ് ബിസിനസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ടാക്സിന് ലയബിലിറ്റി ഇല്ലാത്ത പേഴ്സൺ ആണെങ്കിൽ, ഭാഗികമായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ ടാക്സ് ലയബിലിറ്റി ഇല്ലാത്തൊരു പേഴ്സൺ ആണെങ്കിൽ CGST ആക്ട് പ്രകാരവും അതുപോലെ തന്നെ IGST ആക്ട് പ്രകാരവും സെക്ഷൻ 23 ഇദ്ദേഹത്തിന് രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വൺ, an agriculturist to the extent of supply of produce out of cultivation of land. ഇനി അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഏതുവരെ ചെയ്യുന്നുള്ളൂ? കൾട്ടിവേഷൻ വരെ ചെയ്യുന്നുള്ളൂ. ലാൻഡിൽ നിന്നുള്ള കൾട്ടിവേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അഗ്രികൾച്ചറിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല? സെക്ഷൻ 23 പ്രകാരം രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ്
നമ്മൾ രജിസ്ട്രേഷൻ എടുക്കണ്ട എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെക്ഷൻ 23 പ്രകാരം 2 കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എനി പേഴ്സൺ എക്സ്ക്ലൂസീവായിട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് ചെയ്യുന്നൊരു കൺസേൺ ആണ്. അതുപോലെ തന്നെ അദ്ദേഹം മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ലൈബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ടാക്സ് ലൈബിലിറ്റി ഇല്ലാത്തൊരു പേഴ്സൺ ആണെങ്കിൽ, അതും CGST ആക്ട് പ്രകാരം IGST ആക്ട് പ്രകാരം ആണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യേണ്ട കാര്യമില്ല, രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഒരു അഗ്രികൾച്ചറിസ്റ്റ് ആണ്, ആ അഗ്രികൾച്ചറിസ്റ്റ് ഒരു കൾട്ടിവേഷൻ എന്ന് പറയുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സെക്ഷൻ 23 പ്രകാരം രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ന്യൂ എക്സംഷൻ ഫ്രം രജിസ്ട്രേഷൻ. ഇനി 2019 തുടങ്ങിയിട്ട് ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് പ്രകാരം ആരൊക്കെയാണ് അഡീഷണൽ ആയിട്ട് ഇവിടെ എക്സംപ്റ്റ് ചെയ്തിട്ടുള്ളത്? ദ ന്യൂ എക്സംഷൻ ഫ്രം രജിസ്ട്രേഷൻ വിത്ത് ഇഫക്റ്റ് ഫ്രം 1/4/2019 അപ് ടു 40 lakh ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ദോസ് ടാക്സബിൾ പേഴ്സൺസ് ഹൂ ആർ എൻഗേജ്ഡ് ഇൻ എക്സ്ക്ലൂസീവ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഇനി ഏതെങ്കിലും ഒരു പേഴ്സൺ എക്സ്ക്ലൂസീവ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവരുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 40 ലക്ഷം കവിയുന്നവരെ അദ്ദേഹത്തിന് രജിസ്ട്രേഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയൊരു നോട്ടിഫിക്കേഷൻ 1/4/2019 വിത്ത് ഇഫക്റ്റ് ഡേറ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം 40 lakhs ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ദോസ് ടാക്സബിൾ പേഴ്സൺസ്. ടാക്സബിൾ പേഴ്സൺസ് എന്ന് പറയുന്നത് 40 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ആ ലിമിറ്റ് എന്ന് പറയുന്നത് ആർക്കും മാത്രമേ കിട്ടുള്ളൂ? എക്സ്ക്ലൂസീവായിട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു പുതിയ പ്രൊവിഷനാണ്. Therefore, in case of a person is supplying goods but also earns a nominal amount of service income like a commission or interest from bank, then he shall be liable to register above 20 lakhs and not 40 lakhs. ഇനി സ്പെഷ്യൽ കാറ്റഗറി വിത്ത് ഇഫക്റ്റ് ഫ്രം 1/4/2019 പറയുന്നത് ഏതെങ്കിലും ഒരു പേഴ്സൺ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതെങ്കിലും നോമിനൽ എമൗണ്ട് ഓഫ് സർവീസ് സപ്ലൈ ഓഫ് സർവീസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു നോമിനൽ എമൗണ്ട് കമ്മീഷനായിട്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ടോ ബാങ്കിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ എങ്ങനെയാണ് പറയുന്നത്? ഹീ ഷാൽ ബി ലൈബിൾ ടു രജിസ്റ്റർ എബൌട്ട് 20 lakhs. 20 ലക്ഷത്തിനേക്കാൾ മേലെയാണെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നോക്കാം. ന്യൂ എക്സംഷൻ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ 10/2019 ഡേറ്റഡ് 7/3/2019 തുടങ്ങിയിട്ട്, പക്ഷേ വിത്ത് ഇഫക്റ്റ് ഫ്രം 1/4/2019 തുടങ്ങുന്നുള്ളൂ. ഇവിടുത്തെ ടേൺ ഓവർ എന്ന് പറയുന്നത് 40 ലക്ഷം എന്ന് പറയുന്നത് ടാക്സബിൾ പേഴ്സൺ എങ്ങനെയുള്ള ആൾക്കാണ് ഇവിടെ അപ്ലിക്കബിൾ ആകുന്നത്? എക്സ്ക്ലൂസീവായിട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ അപ്ലിക്കബിൾ ആകുന്നുള്ളൂ. ഇനി അതുപോലെ തന്നെ പേഴ്സൺ ഈ ടാക്സബിൾ പേഴ്സൺ ആണ്, അതുപോലെ തന്നെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിലും ഫിനാൻഷ്യൽ എമൗണ്ട് ഒരു ഇൻട്രസ്റ്റ് ആയിട്ടോ കമ്മീഷനായിട്ടോ ബാങ്കിൽ നിന്ന് സർവീസ് റിലേറ്റഡ് ആയിട്ട് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ലൈബിലിറ്റി എന്ന് പറയുന്നത് 20 lakhs എബവ് ആണെങ്കിൽ അദ്ദേഹം ലൈബിൾ ആയിരിക്കും. അല്ലാതെ ആ കേസിൽ 40 ലക്ഷം എന്ന് പറയുന്നത് അപ്ലിക്കബിൾ അല്ല. ക്ലിയർ അല്ലേ? ഇനി കമ്പൽസറി രജിസ്ട്രേഷൻ ആണ് നെക്സ്റ്റ് ടോപ്പിക്ക്. ആരൊക്കെയാണ് നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ടവർ? ദ ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് പേഴ്സൺസ് ആർ റിക്വയർഡ് ടു ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ കമ്പൽസറി. പേഴ്സൺസ് മേക്കിംഗ് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ്, persons making interstate supply of service and having turnover not exceeding 20 lakhs exempted from registration with effect from 1st February 2019. ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടാക്സബിൾ പേഴ്സൺ ഉണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതേസമയം ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിൽ ടേൺ ഓവർ നോട്ട് എക്സീഡിങ് 20 lakhs ആണെങ്കിൽ അവരെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് എഫക്റ്റ് ഫ്രം 1st February 2019 തുടങ്ങിയിട്ട്. ഓക്കെ, casual taxable persons making taxable supply, casual taxable persons making taxable supplies of handicraft goods if the aggregate turnover does not exceed 20 lakhs are exempted from registration as per the notification dated 23/10/2018. ഒരു ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആവുകയും ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അതേസമയം കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത് ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അവരുടെ അഗ്രഗേറ്റ് ടേൺ ഓവർ 20 ലക്ഷത്തിനേക്കാൾ കൂടുതലില്ല എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ 23/10/2018 തുടങ്ങിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത കേസിലുള്ളവരെല്ലാവരും കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം.
നെക്സ്റ്റ് വൺ പേഴ്സൺസ് ഹൂ റിക്വയർ ടു പേ അണ്ടർ റിവേഴ്സ് ചാർജ്. റിവേഴ്സ് ചാർജിലുള്ള എല്ലാ പേഴ്സൺസും എന്ത് ചെയ്തിരിക്കണം? കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പേഴ്സൺസ് ഹൂ ആർ റിക്വയർ ടു പേ ടാക്സ് അണ്ടർ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 ദാറ്റ് ഈസ് ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ. ഒരു ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ ആണ് സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പ്രകാരം ടാക്സ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹം കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ. ടാക്സബിൾ സപ്ലൈ ചെയ്യുന്ന ഒരു നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹവും കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പേഴ്സൺസ് ഹു ആർ റിക്വയർഡ് ടു ഡിഡക്റ്റ് ടാക്സ് അണ്ടർ സെക്ഷൻ 51. TDS സെക്ഷൻ 51 അപ്ലിക്കബിൾ ആകണമെന്നുണ്ടെങ്കിൽ ആ TDS ഡിഡക്ഷൻ അവെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ എന്ത് ചെയ്തിരിക്കണം? കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് എന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. Persons who supply goods or service or both on behalf of other registered taxable persons whether as an agent or otherwise. ഒരു ഏജൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഏതെങ്കിലും ഒരു ടേമിലുള്ള ഒരു പേഴ്സൺ ആണ് അദ്ദേഹം സപ്ലൈ ചെയ്യുന്നത്, ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, ഒരു രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൻ്റെ ഏജൻ്റ് ആയിട്ടോ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് സപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹവും എന്ത് ചെയ്തിരിക്കണം? കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. Persons who supply goods or service other than supplies specified under section 9 subsection 5 through electronic commerce operator who is required to collect a tax at source. ഏതെങ്കിലും ഒരു പേഴ്സൺ TDS എന്ന് പറയുന്നത് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പറഞ്ഞ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ അല്ലാത്ത ഏതൊരു പേഴ്സണും സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. Every electronic commerce operator who is required to collect a tax at source under section 52. Section 52 പ്രകാരം എല്ലാ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ ECO എല്ലാ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്ററും എന്ത് ചെയ്തിരിക്കണം? ടാക്സ് സെക്ഷൻ 52 പ്രകാരം കളക്ട് ചെയ്തിരിക്കണം. അപ്പോൾ അവരെല്ലാവരും നിർബന്ധമായിട്ട് എന്ത് എടുത്തിരിക്കണം? കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. എവറി പേഴ്സൺ സപ്ലൈയിങ് ഓൺലൈൻ ഇൻഫോർമേഷൻ ആൻഡ് ഡാറ്റാബേസ് ആക്സസ് ഓർ റിട്രീവൽ സർവീസ് ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ടു എ പേഴ്സൺ ഇൻ ഇന്ത്യ അതർ ദൻ എ രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ. ഒരു ടാക്സബിൾ പേഴ്സൺ ആയിട്ട് രജിസ്റ്റർ ചെയ്യാത്തൊരു വ്യക്തിയാണ്. ആ പേഴ്സൺ ഓൺലൈൻ ഇൻഫോർമേഷൻ സപ്ലൈ ചെയ്യുകയും അതുപോലെ തന്നെ ഡാറ്റാബേസിൽ ആക്സസ് ലഭിക്കുകയും ചെയ്യുക. ഒരു സർവീസ് എന്ന് പറയുന്നത് ഈ ഡാറ്റാബേസ് റിട്രീവ് ചെയ്യുന്നൊരു സർവീസാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എവിടെ ഇരുന്നു കൊണ്ടാണ് ഈ പറയുന്ന സർവീസുകൾ, അതായത് ഓൺലൈൻ ഇൻഫോർമേഷൻസ്, ഡാറ്റാബേസ് ആക്സസ്, റിട്രീവൽ സർവീസസ് റിലേറ്റഡ് ടു ദ ഡാറ്റ ആണ് അത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് എവിടെ ഇരുന്ന് ചെയ്യുന്നത്? ഔട്ട്സൈഡ് ഇന്ത്യ ആണ് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇന്ത്യയിലുള്ള ഒരു പേഴ്സണിന് വേണ്ടി ഔട്ട്സൈഡ് ഇന്ത്യയിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ അതും ഒരു രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ അല്ലാത്തൊരു വ്യക്തി ഓൺലൈനായിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ ആക്സസ്, റിട്രീവൽ ഇങ്ങനെയുള്ള സർവീസ് ഔട്ട്സൈഡ് ഇന്ത്യയിലിരുന്ന് ഒരു ഇന്ത്യയിലുള്ള ഒരു പേഴ്സണിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. Such other person or class of persons as may be notified by the central government or a state government on the recommendation of the council. ഇനി ഈ പറയുന്ന നേരത്തെ പറഞ്ഞ 11 കാറ്റഗറിയിൽ പെടാത്ത ഏതെങ്കിലും ഒരു പേഴ്സൺ CGST കൗൺസിൽ പ്രകാരം അതുപോലെ തന്നെ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ പറയുകയാണ് ഇന്ന ആൾക്കാർ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷനോട് കൂടിയിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അപ്പോൾ ആരൊക്കെയാണ് കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നുള്ളത് എല്ലാ വിദ്യാർത്ഥികൾക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് ഞാൻ പോവുകയാണ്. സെക്ഷൻ 25 ആണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് വാട്ട് ഈസ് ദ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഫോർ ദ രജിസ്ട്രേഷൻ. ഒരു രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഏതൊക്കെ പ്രൊസീജിയറിലൂടെയാണ് പോകേണ്ടത് അതിനെക്കുറിച്ചിട്ടാണ് സെക്ഷൻ 25 പറയുന്ന പ്രൊവിഷൻസ്. അതും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്.
Every person who is liable to be registered under section 22 or section 24 shall apply for registration in every such state or union territory in which he is so liable within 30 days from the date on which he becomes liable to registration in such a manner and subject to such conditions as may be prescribed. എന്നാണോ അദ്ദേഹം ഒരു രജിസ്ട്രേഷൻ എടുക്കേണ്ട ഒരു പരിധിയിൽ വരുന്നത്, ആ ഡേറ്റ് തുടങ്ങി 30 ദിവസത്തിനുള്ളിൽ അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം, രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അത് സെക്ഷൻ 22 അല്ലെങ്കിൽ സെക്ഷൻ 24 ഏത് പേഴ്സണാണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ലയബിൾ ആയിരിക്കുന്നത്, ആ എല്ലാ പേഴ്സൺസും ഏത് സ്റ്റേറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിയൻ ടെറിട്ടറിയിലായിക്കോട്ടെ അവരെന്ത് ചെയ്തിരിക്കണം, ഈ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ ഫോളോ ചെയ്യുകയും ആ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് മാനറിൽ തന്നെ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തിരിക്കണം, രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ CTP or a non-resident taxable person NRTP shall apply for registration at least 5 days prior to the commencement of the business. അതേസമയം ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ എന്നാണോ ആ ബിസിനസ് കമൻസ് ചെയ്യുന്നത് അതിന് 5 ദിവസം മുമ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം, രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്ന് പറയുന്ന 2 കാറ്റഗറിയാണ് പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 22 അല്ലെങ്കിൽ സെക്ഷൻ 24 പ്രകാരമുള്ള ഒരു പേഴ്സണാണ്, രജിസ്ട്രേഷന് ലയബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര ദിവസത്തിനുള്ളിൽ അടച്ചിരിക്കണം, എന്നാണോ അദ്ദേഹം ലയബിൾ ആയിരിക്കുന്നത് അതിന് 30 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം, ആ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ആ പ്രിസ്ക്രൈബ്ഡ് മാനറിൽ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ് കംപ്ലൈ ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതല്ല ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ്, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആണ്, ബിസിനസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള 5 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. എ പേഴ്സൺ സീക്കിംഗ് രജിസ്ട്രേഷൻ അണ്ടർ ദിസ് ആക്ട് ഷാൽ ബി ഗ്രാൻറ്റഡ് എ സിംഗിൾ രജിസ്ട്രേഷൻ ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. അതേസമയം എ പേഴ്സൺ സീക്കിംഗ് എ രജിസ്ട്രേഷൻ, ഒരു രജിസ്ട്രേഷൻ CGST ആക്ട് പ്രകാരം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ആൻഡ് ഷാൽ ബി ഗ്രാൻറ്റഡ് എ സിംഗിൾ രജിസ്ട്രേഷൻ, ഈ സ്റ്റേറ്റിനോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിക്കോ എന്ത് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും, ഒരു സിംഗിൾ രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. എ പേഴ്സൺ ഹാവിംഗ് മൾട്ടിപ്പിൾ ബിസിനസ് വെർട്ടിക്കൽസ് ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി മേ ബി ഗ്രാൻറ്റഡ് എ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫോർ ഈച്ച് ബിസിനസ് വെർട്ടിക്കൽ സബ്ജക്റ്റ് ടു ദ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ്. അതേസമയം മൾട്ടിപ്പിൾ ബിസിനസ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലാണ് എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിയിലുള്ളിൽ ഒരു രജിസ്ട്രേഷൻ മാത്രമേ അദ്ദേഹം സീക്ക് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ സിംഗിൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്താൽ മതി. അതേസമയം മൾട്ടിപ്പിൾ ബിസിനസ് അദ്ദേഹം ചെയ്യുന്നുണ്ട്, അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റോ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറീസ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഓരോ ബിസിനസ്സിനും പ്രിസ്ക്രൈബ്ഡ് മാനറിൽ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ് കംപ്ലൈ ചെയ്തുകൊണ്ട് അദ്ദേഹം അപ്ലൈ ചെയ്യേണ്ടതാണ്. A person, though not liable to be registered under section 22 or 24, may get himself registered voluntarily and all the provisions of the act shall be applicable to that person. ഇനി സെക്ഷൻ 22 അല്ലെങ്കിൽ സെക്ഷൻ 24 പ്രകാരം ആ പേഴ്സൺ ലയബിൾ അല്ല, രജിസ്ട്രേഷൻ എടുക്കാനുള്ള ഒരു ലയബിലിറ്റി സെക്ഷൻ 22 പ്രകാരമോ 24 പ്രകാരമോ ഇദ്ദേഹത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വോളണ്ടറിലി എന്ത് ചെയ്യാവുന്നതാണ്, രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. അതായത് CGST ആക്ടിൻ്റെ പ്രൊവിഷൻ പ്രകാരം ഈ പേഴ്സണ് വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കുകയും അതിനുവേണ്ടി അപ്ലൈ ചെയ്യുകയും ചെയ്യാം. A person who has obtained or is required to obtain more than one registration shall in respect of each registration be treated as a distinct person. ഇനി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൾട്ടിപ്പിൾ ബിസിനസ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്തിരിക്കണം, മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. അങ്ങനെ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കുന്ന ആളാണ് ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ആ പേഴ്സണെ എന്തായിട്ടാണ് CGST ആക്ട് പ്രകാരം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ, വേറെ വേറെ ആൾക്കാരായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഓരോ ആൾക്കാരെയും വേറെ വേറെ ആൾക്കാരായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. Where a person who has obtained or is required to obtain registration in a state or union territory in respect of an establishment in another state or union territory, then such establishments
shall be treated as establishment of distinct persons. ഇനി ഒരേ സ്ഥാപനത്തിന് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ എടുക്കണം. അങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ നമ്മൾ എന്തായിട്ടാണ് CGST ആക്ട് പ്രകാരം ട്രീറ്റ് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ, വേറെ വേറെ ആൾക്കാരുടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറീസിലാണ്. അതുപോലെ തന്നെ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിലോ യൂണിയൻ ടെറിട്ടറീസിലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ഡിഫറെൻ്റ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ് ആയിട്ടാണ് CGST ആക്ട് പ്രകാരം എടുക്കുന്നത്. എവറി പേഴ്സൺ ഷാൽ ഹാവ് എ PAN issued under the Income Tax Act in order to be eligible for grant registration. രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ട് എന്താണ് വേണ്ടത്? പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ PAN ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എവറി പേഴ്സൺ ഷാൽ ഹാവ് എ PAN issued under the Income Tax Act in order to be eligible for grant of registration. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം PAN ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തിന് എലിജിബിൾ ആണ്? ഒരു GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ എടുക്കാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു എലിജിബിലിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ ടാക്സബിൾ പേഴ്സൺ എന്ത് ചെയ്തിരിക്കണം? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ അപ്ലൈ ചെയ്തിരിക്കണം, ലഭിച്ചിരിക്കണം. A person required to deduct a tax under section 51 may have a tax deduction and collection account number instead of a PAN for grant of registration. Any person TDS ഡിഡക്റ്റ് ചെയ്യുകയോ കളക്ട് ചെയ്യുകയോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഈ പാനിന് പകരം അദ്ദേഹം എന്ത് കളക്ട് ചെയ്തിരിക്കണം? സെക്ഷൻ 51 പ്രകാരം ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ TDCAN എന്ന് പറയുന്ന ഒരു നമ്പർ. നമ്മളത് എന്താണെന്ന് നേരത്തെ ഇൻകം ടാക്സ് പോർഷൻ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? TDS എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് സെക്ഷൻ 51 പ്രകാരം PAN വേണമെന്ന് നിർബന്ധമില്ല. ടാക്സ് ഡിഡക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കളക്ട് ചെയ്യുകയോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹം എന്ത് നമ്പറാണ് കളക്ട് ചെയ്യുന്നത്? ടാക്സ് ഡിഡക്റ്റഡ് ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പറാണ് കളക്ട് ചെയ്യേണ്ടത്. A person having a unit in a special economic zone or a special economic zone developer shall have to apply for a separate registration district from his place of business located outside the SEZ in the same state or union territory. In a special person, അദ്ദേഹം ചെയ്യുന്ന ആക്ടിവിറ്റി സ്പെഷ്യൽ ഇക്കണോമിക് സോൺ യൂണിറ്റിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഡെവലപ്പർ ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം? സെപ്പറേറ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിരിക്കണം. എങ്ങനെയാണ്? ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഹിസ് പ്ലേസ് ഓഫ് ബിസിനസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ SEZ. SEZന് ഔട്ട്സൈഡ് ആയിട്ട് ഏത് സ്ഥലത്താണോ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ സ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ SEZ യൂണിറ്റ് ആയിക്കോട്ടെ SEZ ഡെവലപ്പർ ആയിക്കോട്ടെ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ അവൈൽ ചെയ്തിരിക്കണം. അപ്പോൾ ഓരോ പ്രൊസീജിയറിലും സെക്ഷൻ 25 പ്രകാരം ഏതൊക്കെ കേസിലാണ് ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എടുക്കേണ്ടത് അതിൻ്റെ പ്രൊസീജിയറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. The application for registration shall be submitted electronically at the GST common portal www.gst.gov.in duly signed or verified through electronic verification code, that is EVC, or Aadhaar OTP. Rule 8. റൂൾ 8 പ്രകാരം എങ്ങനെയാണ് GST പ്രൊസീജിയറിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? ഒരു അപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇലക്ട്രോണിക്കലായിട്ടാണ്. GSTയുടെ കോമൺ പോർട്ടലായിട്ടുള്ള www.gst.gov. എന്ന് പറയുന്ന സൈറ്റിലാണ് അല്ലെങ്കിൽ പോർട്ടലിലാണ് എന്ത് ചെയ്യേണ്ടത്? രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. അത് ഡ്യൂലി സൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വെരിഫൈഡ് ബൈ ദ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് EVC പ്രകാരം വെരിഫൈ ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ സൈൻ ചെയ്തിട്ടുള്ള അതും അല്ലെങ്കിൽ എന്തുപയോഗിക്കാം? ഒരു ആധാറിൻ്റെ OTP നമ്പർ ഉപയോഗിച്ചുകൊണ്ടും റൂൾ 8 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? GSTക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. Around 30 forms have been prescribed in the CGST rules 2017. ഏകദേശം 30 ഫോമുകളാണ് CGST റൂൾ പ്രകാരം 2017 ആക്ട് പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ളത്. For every process in the registration chain such as application, acknowledgement, query, rejection, registration certificate, show cause notice, for cancellation, amendment, etc. there are standard formats.
ഓരോ പ്രൊസീജിയറിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റുകളാണ്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ 30 ഫോർമാറ്റ് CGST ആക്ട് പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് അപ്ലിക്കേഷന്, അക്നോളജ്മെൻറ്റിന്, ക്വറി കൊടുക്കാനായിട്ട്, റിജക്റ്റ് ചെയ്യാൻ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ, ഷോക്കോസ് നോട്ടീസ് കൊടുക്കാനായിട്ട്, അമെൻമെൻറ്റിന് വേണ്ടിയിട്ട്, ഇതിനെല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള CGST ആക്ട് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോമുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. After completion of the prescribed formalities for submitting application, an acknowledgement of the receipt of the applicant shall be issued electronically to the applicant in form GST REG 02. അപ്ലിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്? GST ആക്ട് പ്രകാരം ഒരു അക്നോളജ്മെൻറ്റ് റെസീറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഒരു ഇലക്ട്രോണിക്കൽ ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഏത് ഫോമിലാണ് ഈ അക്നോളജ്മെൻറ്റ് കൊടുക്കുന്നത്? ഫോം GST REG 02 എന്ന് പറയുന്ന ഫോം പ്രകാരമാണ് കൊടുക്കേണ്ടത്. ഈ എല്ലാ ഫോമുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് വേറൊരു സെഷനിൽ പഠിക്കാവുന്നതാണ്. ഇഫ് എ ടാക്സബിൾ പേഴ്സൺ fail to obtain registration, he shall be liable to a penalty of 10,000 and the tax payable by him shall be collected along with the interest and penalty for non-payment of tax. ഏതെങ്കിലും ഒരു ടാക്സബിൾ പേഴ്സൺ രജിസ്ട്രേഷൻ എടുക്കാതെ ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് ടാക്സ് ലയബിലിറ്റി ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ എത്ര രൂപ വരെയാണ് പെനാൽറ്റി വരുന്നത്? 10,000 rupees പെനാൽറ്റി വരും. അതോടൊപ്പം തന്നെ ടാക്സ് കളക്ട് ചെയ്യുകയും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റും പെനാൽറ്റിയും കൂടി ഒരു നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സിന് ഫൈനായിട്ട് ഈടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നതിൽ പഠിക്കേണ്ടത്. ഞാൻ ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്നാണ് ഈ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. പിന്നീട് പറഞ്ഞത് എന്താണ്? ഇലക്ട്രോണിക്കലായിട്ടാണ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അത് ഇലക്ട്രോണിക്കലായിട്ട് അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ പിന്നീട് വരുന്ന പ്രൊസീജിയറിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള 30 ഫോമുകളാണ് GST ആക്ട് പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം ഒരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അതും ഇലക്ട്രോണിക്കലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് ഇലക്ട്രോണിക്കലായിട്ട് തന്നെ ഈ ആരാണോ അപ്ലിക്കൻ്റ് അദ്ദേഹത്തിന് കിട്ടുന്നതാണ്. ആ ഫോം നമ്പറാണ് REG 02 എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ എടുക്കാത്ത പക്ഷം പെനാൽറ്റി എത്ര രൂപ വരും? 10,000 രൂപയും വരും. ടാക്സ് കൊടുക്കുകയും വേണം. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പലിശയും അതുപോലെ തന്നെ പെനാൽറ്റിയും കൂടി ഒരുമിച്ച് നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഇനത്തിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 10 എന്ന് പറയുന്ന രജിസ്ട്രേഷനാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്താണ് രജിസ്ട്രേഷൻ, ആരൊക്കെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതും അതും 1 February 2019 തുടങ്ങിയിട്ടുള്ളത് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ കുറച്ച് ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അഗ്രഗേറ്റഡ് ടേൺ ഓവർ, അതുപോലെ തന്നെ CGST ആക്ടും SGST ആക്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എങ്ങനെയാണ് അഗ്രഗേറ്റഡ് ടേൺ ഓവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും, ഒരു പേഴ്സൺ എപ്പോഴാണ് ലയബിൾ ആകുന്നത്, എപ്പോഴാണ് നോൺ ലയബിൾ ആകുന്നത്, ആരൊക്കെയാണ് കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നതും ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇത് തിയറി നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.